ഹായ് ഓൾ, കൊച്ചിൻ ട്രാവൽ സ്റ്റോഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മൂന്നാറുള്ള മൂന്നാർ നേരെ ഇനി കാന്തല്ലൂരേക്ക് പോകും. ഇവിടെ മൂന്നാറിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരുമ്പോൾ മൂന്നാർ റോഡൊക്കെ കിടലിനായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. വർക്ക് നടക്കുന്നുണ്ട് തന്നെ. പിന്നെ ശനിയാഴ്ച കൊണ്ട് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ കാന്തല്ലൂർ റോഡിലാണുള്ളത്. അത്യാവശ്യം വെയിലുണ്ട്, പക്ഷെ വെയിൽ അറിയുന്നില്ല. വെയിലിനനുസരിച്ച് നല്ല തണുപ്പുണ്ട്. കാന്തല്ലൂർ റൂട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മൂന്നാറിനാകെ ഒറ്റ റോഡേ ഉള്ളൂ കാന്തല്ലൂരേക്ക്. ഈ റോഡാണത്. ഇന്നലെ ആയിരുന്നു മൂന്നാർ എത്തിയത്. അവിടുന്ന് പിന്നെ സൈലൻറ്റ് വാലി പോകാനുള്ളൊരു പ്ലാനായിരുന്നു. അതൊന്നും കംപ്ലീറ്റ് ആയി നടന്നില്ല. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും സൈലൻറ്റ് വാലി എങ്ങനെയാണ് പിന്നെ പോകാൻ പറ്റുന്നത്. അതിലൊരാൾ കമൻ്റ് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ 3800 എന്നുള്ള റേറ്റ് സൈലൻറ്റ് വാലിയിലേക്കുള്ളത് മാത്രമല്ല, മീശപ്പുലിമലയിലേക്കുള്ള റേറ്റും കൂടിയാണെന്നാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അപ്പം അങ്ങനെയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു സൈലൻറ്റ് വാലിയിലേക്ക് ഒറ്റയ്ക്ക് എന്തായാലും ബൈക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ കാന്തല്ലൂരേക്കാണ്. മുന്നിൽ KSRTC ഉണ്ടല്ലോ. ഇനിയിപ്പോൾ കുറച്ചൊരു പണിയായിരിക്കും ഓവർടേക്ക് ചെയ്യാൻ. ഈ റൂട്ടൊന്നത് ചെറിയ വഴിയല്ല. ഓ, ജസ്റ്റ് മിസ്. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് റിസോർട്ടിലേക്ക് നമുക്ക് അത്യാവശ്യം നല്ല സമയമൊക്കെ ഉണ്ട് റിസോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തിരക്ക് പിടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് തിരക്ക് പിടിച്ച് ഓവർടേക്ക് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഇതൊന്നാമതൊരു ചെറിയൊരു റോഡാണ്. അപ്പോൾ നമുക്ക് അധികം വലിയ വണ്ടികളൊന്നാൽ ഓവർടേക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. അത് സ്ട്രെയിറ്റ് റോഡ് കിട്ടണം. വളവ് വന്നാൽ കുറച്ച് റിസ്ക്കാണ്. നമ്മൾ ഇതേപോലത്തെ സ്ഥലങ്ങളിലൂടെ പോകുമ്പോഴും മുന്നിൽ ബസ്സൊക്കെ ഉണ്ടാകുന്ന നമുക്കൊരു ആലോചനയില്ല. നമുക്ക് ആസ്വദിച്ച് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഓവർടേക്ക് ചെയ്തേ പറ്റും. ലൈഫ് പദ്ധതിയിലൂടെ 5 ലക്ഷത്തിലേറെ വീടുകൾ. പുറകിൽ നിന്നാണെങ്കിൽ ഒരു കാർ വരാൻ ഓൺ അടിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അയാൾക്കറിയാം ഈ ഒരു സ്ഥലത്ത് ഓവർടേക്ക് ചെയ്യാൻ സ്ഥലവും ഇല്ല. പിന്നെ എന്തിനാ അയാൾ ഓൺ അടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവും. ഒരു ചെറിയ ബ്ലോക്ക്, പക്ഷെ പ്രശ്നം അതല്ല. മുന്നിലൊരു വലിയ ബസ്സുണ്ട്. ഇനി അതിനെ ഓവർടേക്ക് ചെയ്ത് പറ്റും. തേക്കല്ല, ചന്ദനാണിത്. ആ, ചന്ദനമരം മുറിക്കാതിരിക്കാൻ വേണ്ടി കെട്ടിവെച്ചതാ. മറയൂർ ചന്ദനം. വെൽക്കം ടു കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ നമ്മൾ കാന്തല്ലൂരേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് ആ ഒരു കാന്തല്ലൂരിൻ്റെ സ്റ്റാർട്ടിങ്. ഇപ്പോൾ ഇവിടുന്ന് മുതൽ നല്ല കിടിലം വ്യൂസ് തുടങ്ങുകയാണ്. ഒരു പാറക്കെട്ടിൻ്റെ സൈഡിലൂടെയുള്ള ഒരു റോഡാണ്. നേരത്തെ ഇതിങ്ങനെ ടാറായിട്ട് ഉണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ വൈകുന്നേരം വന്നാൽ നല്ല സൂപ്പറായിട്ട് സൺസെറ്റ് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ കാന്തല്ലൂരിൻ്റെ കുറേ ഒരു വീഡിയോസൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തതാണ്. അതായത് ഈ KSRTC വളഞ്ഞു വരുന്ന കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഒരു ഈ ഏരിയയിൽ നിന്ന് ഷൂട്ട് ചെയ്ത വീഡിയോസാണ്. ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം മുകളിലെത്തിയോടെ ഇനിയിപ്പോൾ ഇഷ്ടംപോലെ ശർക്കര ഉണ്ടാക്കുന്ന ഷോപ്പായിരിക്കും. ഇവിടെ തന്നെ 2 ഷോപ്പ് അടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഇതൊക്കെ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരാറുണ്ട്.
എനിക്കെന്തോ അതിൻ്റെ അകത്ത് കയറാൻ അധികം തോന്നാറില്ല. ഞാൻ ഇതിന് മുന്നേ ഒരിക്കൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത്ര വൃത്തിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതേ നമ്മുടെ സ്വന്തം കടയെത്തി. ഈ ഒരു കടയായിട്ട് എനിക്കൊരു സ്റ്റോറിയുണ്ട്. സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു കൊല്ലം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാന്തല്ലൂരൊന്നും റൂം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാന്തല്ലൂർ ജസ്റ്റ് ഒന്ന് വന്ന് തിരിച്ചു പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ വൈകുന്നേരം വന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വളവിലെ കടയിൽ നിന്ന് ചായ കുടിച്ചു. ചായ ഒന്നല്ല രണ്ടല്ല 3 ചായ ഞാൻ കുടിച്ചു. പക്ഷേ നെറ്റില്ല. എൻ്റെ കയ്യിൽ വേറെ പൈസയാണെങ്കിലില്ല, ഗൂഗിൾ പേ ആണെങ്കിൽ വർക്ക് ആവുന്നില്ല. ഞാൻ പിന്നെ അവിടെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് നിന്ന് നോക്കി, ഒരു രക്ഷയില്ല. ഇനി അവിടെ പാത്രം കഴുകാമെന്ന് വരെ വിചാരിച്ചു നിന്നു. പിന്നെ അവസാനം ഒന്ന് ജസ്റ്റ് ആ കുന്നിൻ്റെ സൈഡ് പോയി നിന്നപ്പോൾ കുറച്ച് റേഞ്ച് കിട്ടി. അപ്പം തന്നെ പേ ചെയ്തു. ഇതിപ്പോൾ നമ്മൾ ഏകദേശം റിസോർട്ടിൻ്റെ ലാസ്റ്റ് എത്താറായി. ഇവിടെയാണ് ഒടുക്കത്തെ പൊടി. ഇത് ഏകദേശം ഒരു ലാസ്റ്റ് റൂട്ടായി. ഇനി ഇവിടുന്ന് റൈറ്റാണ് നമുക്കിപ്പോൾ കാണിക്കുന്നത് റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതൊരു ഡേഞ്ചർ റൂട്ടാണ്. താഴേക്ക് നോക്കിയാൽ നമുക്ക് നമ്മൾ വന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ലിറ്റിൽ കാശ്മീർ ഡ്രൈ ലാൻഡ്. എനിക്ക് തോന്നുന്നു ഇത് വിൽക്കാൻ വെച്ചൊരു പ്ലോട്ടാണ്. ഈ കാന്തല്ലൂർ പറയുന്നത് ലിറ്റിൽ കാശ്മീർ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇവിടെ ഇഷ്ടംപോലെ പഴങ്ങളുടെ കൃഷിയുണ്ട്, അതായത് ആപ്പിൾ, ഓറഞ്ച്, ലിച്ചി. അതുകൊണ്ടായിരിക്കാം. ഇതിപ്പോൾ ആ റിസോർട്ടിലേക്കുള്ള റോഡ് ഒരു 1.5 വഴിയാണ്. നമ്മൾ ഇഷ്ടംപോലെ കയറ്റം കയറി ഇനിയും കുറച്ചുകൂടെ പോകാനുണ്ട്. വഴിയൊക്കെ പിന്നെയും ചെറുതായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ എത്തുന്നത് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് റൈറ്റ് എടുത്താൽ റിസോർട്ടായി എന്നാണ് കാണുന്നത്. നല്ല കുത്തനെയുള്ള ഇറക്കം. ഈ ഒരു ഇറക്കം കഴിഞ്ഞാൽ പിന്നെ റിസോർട്ടായി. എന്തായാലും കിടിലം സ്ഥലത്താണ് റിസോർട്ട് ഉള്ളത്. നമുക്ക് താഴെ നോക്കുമ്പോൾ തന്നെ കാണാം ഒരു കിടിലം മലയൊക്കെ ഉണ്ട്. അപ്പം ഈ രാവിലത്തെ വ്യൂ ഒക്കെ കിടിലായിരിക്കും. അങ്ങനെ റിസോർട്ടിൽ ചെന്ന് കുളിച്ച് റെഡിയായി. ഇനിയിപ്പം റിസോർട്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഈ റിസോർട്ടിൽ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ആദ്യം നിങ്ങളിപ്പോൾ കാണുന്നത് ലിച്ചി ഫ്രൂട്ടാണ്. നമ്മൾ വന്ന സമയത്ത് ഇവിടെ അധികം അങ്ങനെ ആൾക്കാരൊന്നുമില്ല. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണത്രേ. അപ്പോൾ ഇവിടുത്തെ പണിക്കാരൊക്കെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങൾ നല്ല ഫ്രഷായിട്ട് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇവിടെ നോക്കിയാൽ നമുക്ക് നേരെ ആ കാന്തല്ലൂരിൻ്റെ മലനിരകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു വ്യൂ ഒക്കെ നാളെ രാവിലെ എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കണം. ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഇല്ല, ഇത് ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴും കണ്ടായിരുന്നു. പക്ഷെ അധികം രസം ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇവരുടെ തോട്ടത്തിലെ ഇഷ്ടം പോലെ പഴങ്ങളുണ്ട്. ലിച്ചി ഉണ്ട്, അതേപോലെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ ഓറഞ്ച് ഉണ്ട്. അതിനുശേഷം ഞാൻ കുറച്ചൊന്ന് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് ഒരു മൈല് നടന്നു, ഒന്നല്ല 3 മൈലുണ്ട്, 3 മൈൽ നടന്നു പോകുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറം തന്നെ ഫോറസ്റ്റ് ആണ്. അപ്പം ഇഷ്ടംപോലെ പക്ഷികളും എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കാന്തല്ലൂരിൻ്റെ സ്ഥലങ്ങളൊക്കെ ഇനി ഒന്ന് കാണാൻ വേണ്ടി പോകണം. നമ്മളിപ്പോൾ നേരെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ നേരത്തെ വന്ന വഴി അത്യാവശ്യം നല്ല കയറ്റം. ഇതെന്താ താഴേക്ക് വഴിയാണെന്നുണ്ടല്ലോ. അല്ല, നമ്മൾ വന്ന വഴി.
ഇനിയിപ്പം നമ്മൾ ആദ്യം പോകുന്നത് ഭ്രമരം വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അവിടെ നല്ല കാഴ്ചകളുണ്ട് എന്നാണ് ഞാൻ കണ്ടത്. ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ ഇറങ്ങുമ്പോൾ കുറച്ച് റിസ്ക് ഉള്ള വഴിയാണ്. അപ്പോൾ കാറൊക്കെ എടുത്ത് വരുന്നവരൊന്ന് സൂക്ഷിച്ച് വരേണ്ടി വരും. ആദ്യത്തെ കുറച്ച് റോഡൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഓഫ് റോഡാണ്. അപ്പോൾ ഈ ഭ്രമരം വ്യൂ പോയിൻ്റൊക്കെ കാണാൻ അധികം വരുന്നവർ ജീപ്പിലാണ് വരുന്നതാണ്. ഈ ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് പോകുന്നതിന് മുന്നേ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ കിഡിലെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ പാർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വാന്ന് പറഞ്ഞു. അപ്പം കണ്ടപ്പോഴും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, എന്തായാലും ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇതൊരു കിഡിലെ സ്ഥലമാണെന്ന് മനസ്സിലായത്. നല്ല ഒരു എന്താ പറയുക, ഈ ഒരു സ്ഥലത്ത് അധികം ആൾക്കാരൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ഒരു സ്ട്രോബെറിയുടെ കൃഷി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അധികം വളർന്നിട്ടൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് തൊട്ടപ്പുറത്തുള്ള ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് നടന്നിട്ട് തന്നെ പോയി. അധികം ദൂരമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഞാനൊരു ഏർമാടത്ത് കയറി. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളാണിത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ അധികം വരുന്നവരും ജീപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ജീപ്പുണ്ട്. ഇവിടെ ഈ ആദ്യം കാണുന്നൊരു ഏർമാടുണ്ട്, അതിൽ ഞാൻ കയറിയില്ല. അതിലെന്തായാലും ഒന്ന് കയറി നോക്കണം. ഈ ഒരു ഏരിയയിൽ ഇഷ്ടം പോലെ പട്ടികളുണ്ട്. പക്ഷെ അത് നമ്മളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അവർ തമ്മിൽ ഭയങ്കര അടിയാണ്. രണ്ട് ഗ്യാങ് ആയിട്ട് ഭയങ്കര അടിയാണ്. ഒരു പ്രത്യേക തരം ചെടി. അതിൻ്റെ ഇടയിൽ പോകുന്ന വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെയുള്ള ഒരു കിടിലൻ സ്ഥലം കണ്ടു. എന്തായാലും അവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ അധികം ആൾക്കാർ വരാത്ത ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളായിരിക്കും നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്ര പേര് കേട്ട സ്ഥലങ്ങളിൽ പോയാലും ഇതേപോലത്തെ ഒരു സ്ഥലത്തൊക്കെ വന്നിട്ട് ശാന്തമായിട്ട് ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത് അങ്ങനെ കാണുന്നതിൻ്റെ ഒരു ഫീലിംഗ് വേറെ തന്നെയാണ്.
വാവ്, നല്ല വ്യൂ. കിടിലം സ്കൂളല്ലേ. ഞാൻ രാവിലെ വരുമ്പോൾ പറഞ്ഞില്ലേ ഈ ഒരു വഴി വൈകുന്നേരം തിരിച്ചു വന്നാൽ നല്ല കിടിലൻ രസമായിരിക്കുന്നു. നല്ല രസമുണ്ട്. സണ്ണ് കിട്ടിലായിട്ട് സെറ്റായിട്ട് വരുന്നുണ്ടല്ലേ. കാന്തല്ലൂരിൻ്റെ ചുരങ്ങളിലൂടെ മെല്ലെ ആനവണ്ടി ഇറങ്ങി വരുന്നുണ്ട്. എന്തായാലും വൈകുന്നേരം ഈ വഴി വന്നത് കറക്റ്റ് മുതലായി. നല്ല കിടിലൻ കാഴ്ചകളും നല്ല തണുപ്പും എല്ലാം കൊണ്ടിട്ട് ഇനി നേരെ പിന്നെയും നമുക്ക് ചുരം കയറിയിട്ട് റിസോർട്ടിലോട്ട് പോകണം. അതിനു മുന്നേ വേറെ എന്തെങ്കിലും നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയും കയറിയിട്ട് പോകണം. എന്തൊരു പ്രത്യേക രസമാണ് ഈ വഴിയൊക്കെ ഇങ്ങനെ ബൈക്ക് എടുത്ത് റൈഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു വൈകുന്നേര സമയം നല്ല കാറ്റ്, നല്ല തണുപ്പ്, കാന്തല്ലൂരിൻ്റെ മലനിരകൾ. ഈ വീക്കെൻഡിലൊക്കെ കുറച്ചൊന്ന് സമാധാനമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നവർക്കൊക്കെ വരാൻ പറ്റിയ ഒരു കിട്ടുന്ന സ്ഥലമാണ് ഈ ഒരു ഏരിയയിൽ. ബൈക്കിലൊക്കെ ആണെങ്കിലാണ് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് വരാൻ വേണ്ടി പറ്റും. നമ്മൾ നേരത്തെ വരുമ്പം കണ്ട 2 സ്കൂളുകളാണ്. ഈ വൈകുന്നേരം ആയപ്പോൾ ഇതിന് കുറച്ചുകൂടി ഭംഗി കൂടിയോ എന്നൊരു സംശയം. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ രാത്രി ഏകദേശം ഒരു 7 മണിയായി. കറക്റ്റ് സ്ഥലത്ത് ബ്ലോക്കും കിട്ടി. കാരണം ഇവിടുന്ന് ഒരു വലിയൊരു ലോറി തിരിച്ചു പോകാനുണ്ട്. നമ്മളാണ് കാന്തല്ലൂരിൻ്റെ ഏറ്റവും ടോപ്പിലല്ലേ. ഇവിടെയാണ് ഒടുക്കത്തെ തണുപ്പും. ഈ ലോറിയിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന അത്ര ശരിയല്ല. എന്തായാലും ലോറി അങ്ങ് പോട്ടെ. നമുക്ക് കുറച്ച് കഴിഞ്ഞ് റൈറ്റ് എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ പോയാലും മതി. തണുത്തിട്ട് വയ്യ. അയ്യോ, ഇത് നമ്മൾ രാവിലെ റിസോർട്ടിലേക്ക് കയറ്റാണ്. ഈ ഒരു സമയത്താണെങ്കിൽ കുറച്ച് ഡേഞ്ചറാണ് ഇതുവഴി പോകാൻ. കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡാണെങ്കിൽ നല്ല കൊക്കയാണ്. എന്ത് തണുപ്പ്. അങ്ങനെ രാവിലെ ആയി. ഞാൻ പിറ്റേ ദിവസം കുറച്ച് നേരത്തെ എഴുന്നേറ്റു സൺറൈസൊക്കെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ ഒരാൾ രാവിലെ തന്നെ വന്നിട്ട് ഇന്നലെ നമ്മൾ കുറച്ച് മയിലിനെ കണ്ടു. പക്ഷെ അത് പെൺമയിലായിരുന്നു. ഇപ്പോൾ ഒരു ആൺമയിൽ വന്നിട്ടുണ്ട്.
അങ്ങനെ സൺറൈസും കണ്ടില്ല. ഇത്രയും വലിയ മലയുടെ താഴെ നിന്നിട്ട് സൺറൈസ് കാണാൻ പറ്റില്ല എന്ന് ഞാൻ ഓർക്കണമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങി. എന്തായാലും ഈ റിസോർട്ടൊന്ന് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒന്ന് സൂര്യനൊക്കെ ഉദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ രാവിലെ എന്തായാലും ഇവിടെ ഒന്നൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങാം. ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഇവിടെ ഇഷ്ടംപോലെ ലിച്ചിയുടെ ചെടിയുണ്ട്. എന്തുകൊണ്ടാണ് ഈ കാന്തല്ലൂരിനെ ഇവർ എന്താണ് മിനി കാശ്മീർ എന്നോ എന്തോന്നൊക്കെ വിളിക്കാറില്ലേ? ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അങ്ങനെ കുറച്ച് നടന്ന് രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെയും നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ നേരത്തെ കണ്ട മയിൽ പിന്നെയും വന്നത്. അതാ ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ കയറി ഇപ്പം നിൽപ്പുണ്ട്. ഇത് ഇന്നലെ ഞാൻ വന്നപ്പോൾ കണ്ടില്ല, ഒരു കുറച്ച് 2-3 പെൺമയിൽ അവർ തന്നെ പിന്നെയും വന്നിട്ടുണ്ട്. ഇപ്പം കാന്തല്ലൂരിൽ നമ്മളിപ്പം ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ മൂന്നാറേക്കാണ് പോകുന്നത്. അപ്പം നേരത്തെ നമ്മൾ വരുമ്പോൾ മറയൂർ വഴിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അത്രയും ചുറ്റി വരേണ്ട ആവശ്യങ്ങൾ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം കോവിൽക്കടവ് എന്ന് പറഞ്ഞൊരു വഴി, ഒരു ഷോർട്ട് കട്ട് ഉണ്ട് നമ്മൾ മറയൂർ പോകാതെ. അപ്പം അത്രയും ദൂരം നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ വഴിയാണ് ഇപ്പോൾ പോകാൻ നോക്കുന്നത്. ആ വഴി എങ്ങനെയുണ്ട് നോക്കാം. ഈ കരിമ്പൊക്കെ എടുത്തിട്ട് കാന്തല്ലൂരിന് ശർക്കരയാക്കാൻ തോന്നുന്നു. ഞാനും നേരത്തെ വിചാരിച്ച അങ്ങനെയാണ് ഈ കാന്തല്ലൂർ എങ്ങനെയാണ് ഈ കരിമ്പ് വരുന്നതെന്ന്. കാരണം കരിമ്പ് എന്തായാലും മലമുകളിൽ അത്ര ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ താഴത്തെ സൈഡിൽ നിന്നാണ് കരിമ്പ് കൃഷി ഉള്ളത്. അത് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ശർക്കര.
അപ്പോൾ ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ച ഇന്നത്തെ ആ കാന്തല്ലൂർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.